നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി വഴി നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇതുപോലെയുള്ള കേന്ദ്ര സർക്കാർ സ്കീമുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാൽ ചിലർക്കെങ്കിലും ഇതിലൂടെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് ഇപ്പോഴും അറിയില്ല. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും തൊഴിലുറപ്പിൽ ജോലി ചെയ്യാം. അതുകൂടാതെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകല്ലേ. നിങ്ങൾ പശുവിനെ വളർത്തുന്നവരാണോ? തീർച്ചയായും തൊഴിലുറപ്പ് പദ്ധതിയിൽ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള തൊഴുത്ത് സൗജന്യമായി ലഭിക്കും. അതിനായി നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലെത്തി അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആടിനെ വളർത്തുന്നവരാണോ, അല്ലെങ്കിൽ പുതുതായി ആടിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതി വഴി തീർച്ചയായും ഒരു ആട്ടിൻകൂട് ലഭിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള വിവിധ മാതൃകയിലുള്ള ആട്ടിൻകൂടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കോഴിയെ വളർത്തി ഉപജീവനം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ആധുനിക രീതിയിലുള്ള കോഴിക്കൂടുകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. കാർഷിക വൃത്തിയെ സ്നേഹിക്കുന്ന സ്ത്രീകൾക്ക് ഇത് ഒരു മുതൽക്കൂട്ടാവുന്നതാണ്. കൂടാതെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള കാർഷിക കുളങ്ങളുടെ നിർമ്മാണം, മീൻ വളർത്തുന്നതിനുള്ള ഫിഷ് പോണ്ടുകളുടെ നിർമ്മാണം, വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള പടുതാക്കുളങ്ങളുടെ നിർമ്മാണവും എന്നിവയും ഈ പദ്ധതിയിൽ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ കിണർ റീചാർജ്, കമ്പോസ്റ്റ് പിറ്റ്, സോക്ക് പിറ്റ്, തീറ്റപ്പുൽ കൃഷി, തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ തുടങ്ങിയ വിവിധ ഇനം ആനുകൂല്യങ്ങൾ ഈ പദ്ധതി വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഇതിൽ അപേക്ഷ നൽകുവാൻ ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് പഞ്ചായത്തിൽ ചെന്ന് തൊഴിലുറപ്പ് പദ്ധതി ഓഫീസുമായി ബന്ധപ്പെട്ട് അപേക്ഷാ ഫോറം വാങ്ങി അതിലൂടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ കോപ്പിയും ഫോട്ടോയും സഹിതം അപേക്ഷിക്കുക. അല്ലെങ്കിൽ വാർഡ് മെമ്പറിനെ വിളിച്ച് അപേക്ഷ മേടിക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങളെ ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോകൾ അടുത്തു തന്നെ ഇറങ്ങുന്നതാണ്. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.